ഇപ്പോൾ മാങ്ങയുടെയൊക്കെ സീസൺ ആണല്ലേ. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാർ കണ്ടാലോ. ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല, പുറത്ത് തന്നെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് എണ്ണയൊന്നും ചേർക്കേണ്ട, അതുപോലെ വിനാഗിരിയും ചേർക്കേണ്ട കേട്ടോ. ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഒരുപാട് മാങ്ങ കിട്ടുന്നുണ്ടല്ലേ, അത് നമ്മൾ നല്ല പുളിയുള്ള മാങ്ങ കുറച്ചെടുത്തതിന് ശേഷം തൊലിയൊന്നും കളയാതെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം വാഷ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. വെള്ളമൊന്നും പറ്റാൻ പാടില്ല. അപ്പോൾ ഞാനിത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇത്രയും ഒരു കിലോയോളം ഉണ്ട് കേട്ടോ. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ. നമ്മൾ കഴുകി ഉണക്കിയതിന് ശേഷം വേണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രം എടുക്കുക കേട്ടോ. എന്ത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല. ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ച മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുത്തതിന് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ അളവ് വരുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു ഉണ്ട വെളുത്തുള്ളിയുമാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് അല്ലികളേ ഉള്ളൂ. അതുപോലെ വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അച്ചാർ പൊടിയാണ് കേട്ടോ. അച്ചാർ പൊടി ഏത് കമ്പനിയുടെ എടുക്കുക. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രാഹ്മിൺസിൻ്റെ ആണ്. അങ്ങനെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള അച്ചാർ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനൊരു 2.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അച്ചാർ പൊടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യണത്, അതുകൊണ്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. 2.5 ടീസ്പൂണോളം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ്. കായപ്പൊടിയും ഇതുപോലെ തന്നെ ഞാൻ പൊടിച്ച കായപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. പൊടിയായിട്ട് കിട്ടുന്ന ഇതുപോലെ NSൻ്റെ കായപ്പൊടിയാണ് എടുക്കുന്നത്. ഇതുകൂടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ അച്ചാർ പൊടിയിൽ കായപ്പൊടിയൊക്കെ ഉണ്ട്. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് കൂടി കിട്ടും, അതുകൊണ്ട് ടേസ്റ്റും കിട്ടും. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കൂടിപ്പോവാതിരിക്കാൻ നോക്കുക. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം മാങ്ങ അധികം ഉള്ളത് കൊണ്ട് തന്നെ നല്ല പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഞാൻ സ്പൂണും കൊണ്ടും അതുപോലെ തന്നെ പാത്രം കൊണ്ട് തന്നെ ഞാനൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം അടപ്പുള്ളതാണെങ്കിൽ അടപ്പ് വെച്ചിട്ട് അടയ്ക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇത് ആവിയിൽ വെക്കാൻ പോവുകയാണ്, അതുകൊണ്ടാണ് ഇത് ഫോയിൽ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ അടപ്പ് വെച്ചിട്ടോ അടയ്ക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ വെള്ളം തിളച്ച് വരുമ്പോൾ നീരാവി ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം അധികം വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ അച്ചാർ വെച്ചിരിക്കുന്ന പാത്രം ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒന്ന് മൂടിക്കൊടുക്കുക. ഇതുപോലെ ഒരു അരമണിക്കൂറിന് മേലെ നമുക്കിതുപോലെ ഇരിക്കട്ടെ. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. തള നല്ലതുപോലെ വന്നതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അരമണിക്കൂറോളം ഞാൻ വെച്ച് കൊടുക്കുന്നത്. അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ വെച്ച് കൊടുത്തിട്ടോ. അപ്പോൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും സമയം നമുക്ക് വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഇടയ്ക്ക് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഇതുപോലെ നല്ല തള വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ അച്ചാർ നല്ലതുപോലെ വെന്തതാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വേണമെങ്കിൽ നമുക്കിത് കൂട്ടാം കേട്ടോ, കഴിക്കാം. അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്ത് വിനാഗിരിയോ അതുപോലെ തന്നെ ഓയിലോ കടുകോ ഉലുവയോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് അച്ചാർ റെഡിയാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഉണ്ടാക്കിയിടനെ നമുക്ക് കഴിക്കാനും പറ്റും കേട്ടോ. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തുള്ളി പോലും വെള്ളം ഇതിനകത്തില്ല. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഇത് കേടുവരില്ല കേട്ടോ. പിന്നെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാളൊന്നും ഉണ്ടാവില്ല. കാരണം പിള്ളേരും നമ്മളൊക്കെ നല്ലതുപോലെ ഇത് കഴിക്കും കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ മാങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാങ്ങയൊന്നും എടുക്കരുത്. നല്ല ഫ്രഷായിട്ട്, എന്നാലാണ് നല്ല ഫ്രഷായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ നമ്മൾക്ക് കട്ട് ചെയ്തിടാം കേട്ടോ. ഞാൻ പച്ചമുളക് കട്ട് ചെയ്തിട്ടിട്ടില്ല. പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ നാരങ്ങയും നമുക്ക് അച്ചാറിടാൻ പറ്റും കേട്ടോ. ഒരു തുള്ളി പോലും കയ്പുണ്ടാവില്ല. നമ്മൾ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക്
ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുകയും ചെയ്യാം കേട്ടോ, നാരങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനിയൊരു വീഡിയോയിൽ ഞാൻ നാരങ്ങ എങ്ങനെയാണ് ഇടുന്നതെന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വീഡിയോസ് ഇടാൻ സാധിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് മറ്റുള്ള കൂട്ടുകാർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കമൻറ്റും ചെയ്യാൻ മറക്കരുതേ.